നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും മാവിൻ തൈ വാങ്ങി നടും. ചിലതൊക്കെ കായ്ക്കും, ചിലതൊക്കെ കായ്ക്കാതെ ഇരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മാവ് കായ്ക്കാത്തത്? അപ്പോൾ ഞാൻ പറയുന്ന രീതി ചെയ്തു കഴിഞ്ഞാൽ ഏത് കായ്ക്കാത്ത മാവും പൂക്കും. ചെയ്യേണ്ടത് ഇങ്ങനെ: സാധാരണയായി നവംബർ ഡിസംബർ മാസങ്ങളിലാണ് കേരളത്തിൽ മാവ് പൂക്കാൻ തുടങ്ങുക. മാവ് പൂത്ത് കഴിഞ്ഞാൽ മാങ്ങയായി മൂപ്പെത്താൻ ഏകദേശം 90 ദിവസം വേണ്ടിവരും. വിവിധ മാവിനങ്ങൾക്ക് ഈ കാലാവധിയിൽ വ്യത്യാസമുണ്ടാകാം. ചില മാവിനങ്ങൾക്ക് ഇത് 120 ദിവസം വരെയും സമയമെടുക്കാറുണ്ട്. കേരളത്തിൽ നിന്നുള്ള മാങ്ങകൾക്ക് വിപണിയിൽ ഏറെ പ്രിയമാണ്. പ്രിയൂർ, മൂവാണ്ടൻ, സിന്ദൂരം, ചന്ദ്രകാരൻ എന്നിവയാണ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന മാങ്ങ ഇനങ്ങൾ. എന്നാൽ മിക്ക വീടുകളിലും പറമ്പുകളിലും മാവുകൾ ഉണ്ടെങ്കിലും കൃത്യമായ സമയത്ത് പരിചരിക്കാത്തതിനാൽ വേണ്ടത്ര വിളവ് ലഭിക്കാറില്ല. വീട്ടിലെ മാവിൽ നിന്ന് കൂടുതൽ വിളവ് ലഭിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ബലം കുറഞ്ഞതും അസുഖം വന്നതുമായ ശിഖരങ്ങൾ ആദ്യം മുറിച്ചു മാറ്റണം. മുറിച്ചു മാറ്റുമ്പോൾ തന്നെ മുറിപ്പാടിൽ കുമിൾനാശിനി പ്രയോഗം നടത്തണം. മാവിൻ്റെ ശിഖരങ്ങൾക്ക് നന്നായി വെയിൽ ലഭിക്കണം. ഇതോടൊപ്പം തന്നെ മാവിൻ്റെ ചുവട്ടിൽ വലിയ ആഴത്തിലല്ലാതെ എന്നാൽ കുറച്ച് വേരുകളെങ്കിലും തെളിഞ്ഞ് കാണത്തക്ക രീതിയിൽ തടം തുറന്ന് 3 ആഴ്ച വെയിൽ കൊള്ളിക്കുക. ശേഷം ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ചാമ്പൽ എന്നിവ ചേർത്ത് കുഴിയിൽ ചെറുതായി മണ്ണിട്ട് മൂടി ചപ്പ് ചവറുകൾ ഇട്ട് നനയ്ക്കുക. മാവിനെ ഒന്ന് ക്ഷീണിപ്പിച്ച ശേഷം പിന്നീട് നന്നായി പരിപാലിച്ചാൽ കൂടുതൽ പൂക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അടുത്ത രണ്ടാമത്തേത്, തായ്തടിയിലെ തൊലി നീക്കം ചെയ്യാം. പൊട്ടാസ്യം നൈട്രേറ്റ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിൽ തളിച്ച ശേഷം പ്രയോഗിച്ച് ഒരാഴ്ച കഴിഞ്ഞ് കാൽസ്യം നൈട്രേറ്റ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി 1 മില്ലി സ്റ്റെനോവൈറ്റ് ചേർത്ത് ഇലകളിൽ തളിക്കുക. വർഷങ്ങളായി പൂക്കാത്ത മാവുകളിൽ തായ്തടിയിൽ തൊലി ചെറുതായി നീക്കം ചെയ്യുന്നത് നല്ലതാണ്. ഇങ്ങനെ ചെയ്താൽ പലപ്പോഴും മാവുകൾ ശിഖരങ്ങൾ നിറഞ്ഞ് പൂക്കുന്നതിന് കാരണമാകാറുണ്ട്. പുറംതൊലി നീക്കുന്നത് ഏറെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണ്. 2 സെൻറ്റിമീറ്റർ വീതിയിൽ പുറംതൊലി വളയത്തിലോ അല്ലെങ്കിൽ ഒരൽപ്പം ഭാഗത്ത് നിർത്തി ഭാഗികമായോ നീക്കം ചെയ്ത് നോക്കണം. ഇങ്ങനെ ചെയ്താലും കായ്ക്കാത്ത മാവുകൾ കായ്ക്കും. അടുത്ത മാർഗ്ഗം എന്ന് പറയുന്നത് തൊണ്ട്, കരിയിലകൾ പുകച്ചു നോക്കണം. മാവിൻ്റെ ചുവട്ടിൽ ചട്ടിയിൽ തൊണ്ട്, കരിയിലകൾ എന്നിവ വച്ച് കൃത്യമായ നിയന്ത്രണത്തോടെ ഇലകൾക്കും ശിഖരങ്ങൾക്കും പ്രശ്നമുണ്ടാകാത്ത രീതിയിൽ പുകച്ചു നോക്കുന്നത് ഗുണകരമാണ്. എത്തിഫോൺ ഹോർമോൺ 1 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒക്ടോബർ മാസത്തിൽ ആഴ്ചയിൽ ഒരിക്കൽ ഒഴിച്ചു കൊടുത്ത് തടം കുതിർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇങ്ങനെയും നമുക്ക് കായ്ക്കാത്ത മാവ് കായ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു കൊടുക്കാവുന്നതാണ്. അടുത്ത മാർഗ്ഗം എന്ന് പറയുന്നത് പ്രായമായ മാവുകൾ പൂവിടാൻ കൾട്ടാർ. പൂവിടാൻ മടിക്കുന്ന മാവുകൾക്ക് ഓഗസ്റ്റ് അവസാനം മുതൽ ഒക്ടോബർ മാസം അവസാനം വരെയും കൾട്ടാർ നൽകാം. ഇത് ചുവട്ടിൽ നൽകുന്നത് അടുത്ത സീസണിൽ മരങ്ങൾ പൂക്കാൻ സഹായിക്കും. മികച്ച ഫലത്തിനും സെപ്റ്റംബറിനകം ഇത് പ്രയോഗിക്കണം. മാവ് പുഷ്പിക്കുന്നതിന് പ്രേരകമെന്ന് അംഗീകരിക്കപ്പെട്ട രാസവസ്തുവാണ് കൾട്ടാർ. വലിയ മരം ഒന്നിന് പരമാവധി 20 മില്ലിയാണ് ഉപയോഗിക്കേണ്ടത്. 10 വർഷത്തിൽ താഴെയുള്ള മരങ്ങൾക്ക് 10 മില്ലി മതി. ചെറിയ മരങ്ങൾക്ക് കുറഞ്ഞ അളവിൽ മാത്രമേ പ്രയോഗിക്കാവൂ. വലിയ മരങ്ങൾക്ക് 20 മില്ലി കൾട്ടാർ 20 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ലായനി മരത്തിന് 4 വശങ്ങളിലായി 1 മീറ്റർ അകലത്തിലോ അരയടിയിൽ കുറയാതെ ആഴമുള്ള 4 കുഴികൾ എടുത്ത് 5 ലിറ്റർ ലായനി വീതം ഓരോ കുഴിയിലും ഒഴിക്കണം. മഴക്കുറവായ സാഹചര്യത്തിൽ 2 ദിവസം തുടർച്ചയായ മാവിൻ്റെ ചുവട് നനച്ച ശേഷം 4-ാം ദിവസം കൾട്ടാർ പ്രയോഗിക്കുന്നതാവും ഉചിതം. കുഴി മൂടിയ ശേഷം കുറഞ്ഞത് 5 ദിവസത്തേക്കെങ്കിലും ദിവസം 2 നേരം വെള്ളം നന്നായി നനച്ചു കൊടുത്തിരിക്കണം. വിത്ത് മുളച്ചുണ്ടാകുന്ന മാവിൻ തൈകൾ കായ്ഫലം നൽകാൻ സാധാരണയായി 10 മുതൽ 12 വർഷം എടുക്കും. 10 വർഷത്തിന് മുകളിൽ പ്രായമുള്ള മാവുകൾ പൂവിടുന്നില്ലെങ്കിൽ കൾട്ടാർ എന്ന ഹോർമോൺ പ്രയോഗിക്കുന്നത്. ഇതോടൊപ്പം തന്നെ മണ്ണിൽ ഈർപ്പം നിലനിർത്തണം. മാവിനങ്ങൾ കേരളത്തിൽ കാലാവസ്ഥയ്ക്ക് യോജിച്ചതാണെന്ന് ഉറപ്പാക്കണം. പല ഉത്തരേന്ത്യൻ മാവിനങ്ങളും കേരളത്തിലെ കാലാവസ്ഥയിൽ പൂക്കാനും കായ്ക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ വീടുകളിൽ കായ്ക്കാത്ത മാവുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് കായ്പ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതേപോലെയുള്ള വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.